ആ സിനിമ പേജ് തന്നെ. ഞാൻ വായിച്ചിട്ട് തരാം. നീ വേണമെങ്കിൽ ഈ പേജ് വായിച്ചോ. ഞാൻ വായിച്ചു നോക്കട്ടെ. നീ ഇങ്ങോട്ട് തന്നെ. ഞാൻ വായിക്കും. താ ഇങ്ങോട്ട്. നീ വേണമെങ്കിൽ ഇത് വായിച്ചോ. നിങ്ങളുടെ ഒടുക്കത്തെ പത്രവായന ഇതുവരെ കഴിഞ്ഞില്ലേ? വായിച്ചാ തീർന്നു പോകുന്ന സാധനമൊന്നും അല്ലല്ലോ ഇത്. ഞങ്ങളുടെ വായന കഴിഞ്ഞിട്ട് തരാം. നിങ്ങളുടെ സൗകര്യം മാത്രം നടക്കണമെങ്കിലേ അത് സ്വന്തം വീട്ടിലായിരിക്കണം. ഇവിടെ അത് നടപ്പില്ല. ഞങ്ങളുടെ പ്രമാണം ഒന്നും തന്നേക്ക് ജയിച്ചില്ല. അല്ലെങ്കിൽ 2 കോടി രൂപ തന്നേക്ക്. ഇപ്പൊ തന്നെ ഞങ്ങൾ ഇറങ്ങിയേക്കാം. എഴുന്നേക്കണേ എവിടുന്ന്? നിന്നോടല്ലേടി പറഞ്ഞത് എഴുന്നേക്കാൻ? എന്റെ മക്കളോട് ശൗര്യം കാണിക്കല് ജയിച്ചില്ല. അതൊക്കെ വിജിതയുടെ അടുത്ത് മതി. ശൗര്യമൊക്കെ നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. എന്റെ വീട്ടിലേക്ക് തെണ്ടിക്കേറി വന്നതും പോരാ, എന്നിട്ട് എന്നെ ഭരിക്കാൻ നോക്കുന്നോ? ഞങ്ങള് മാത്രമല്ല, നീയും നിന്റെ അമ്മയും നിന്റെ അനുജനും നിന്റെ ഭാര്യയും ഒക്കെ തെണ്ടിക്കേറി വന്നതാ. നരേന്ദ്ര തമ്പിയുടെ വീടല്ലേടത്. നിന്റെയോ നിന്റെ അമ്മയുടെ പേരിലൊക്കെ എഴുതി കിട്ടിയിട്ടൊന്നുമില്ലല്ലോ. അതുകൊണ്ടേ നീ വലിയ കാരണവരൊന്നും ചമയണ്ട. ഞങ്ങൾക്കും നിങ്ങൾക്കൊക്കെ തുല്യ സ്ഥാനം ഇവിടെ. ജേഡിനിരിക്കാൻ ഇത്തിരി സ്ഥാനം പോലും ഇല്ലേ ഇവിടെ? ഞാൻ എന്താടി നിന്റെ തലയെ കയറിയിരിക്കണോ? ഇത് കണ്ടില്ലേ? എല്ലായിടത്തും വന്ന് കൂട്ടം കൂടി ഇരിക്കുക കുറെ ജന്തുക്കള്. ഇതേ ഇങ്ങനെ വിട്ടാ പറ്റില്ല ചേട്ടാ. എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം. ചേട്ടനാ അടുക്കള വന്നൊന്ന് കാണ്. കുപ്പത്തൊടി പോലെ കിടക്കുന്നേ. ഉള്ള എച്ചിപ്പാത്രങ്ങൾ മുഴുവൻ കഴുകാതെ കൂട്ടിയിട്ടിരിക്കുക. ഒരു സാധനം എടുത്തെടുത്ത് വെക്കണ്ടേ? കുറെ വെട്ടിപ്പുഴുങ്ങി ഉണ്ടാക്കി തിന്നോളും. എടുത്ത പാത്രം ഒന്ന് കഴുകി വെച്ചാൽ എന്താ? നീ ഒരു ജോലിക്കാരി വെക്കടി വിജിതേ. ഞങ്ങൾക്ക് തരാനുള്ള 2 കോടിയുടെ പലിശയുടെ 100ലൊന്നും വേണ്ടല്ലോ ഒരു വീട്ടുവേലക്കാരിക്ക് ശമ്പളം കൊടുക്കാൻ. അയ്യോ, നിങ്ങളുടെ കോടിയൊന്നും ഇവിടെ ആരും എടുത്തിട്ടില്ല. അത് അങ്കിളിനോടോ അമ്മൂനോടോ ചോദിക്കണം. നിന്റെ അങ്കിള് ചത്തുപോയില്ലടി. അമ്മൂനെ നിങ്ങൾ ഇവിടുന്ന് അടിച്ചിറക്കി വിടുകയും ചെയ്തു. അവരുടെ സ്വത്തൊക്കെ അനുഭവിക്കുന്നത് നിങ്ങളല്ലേ. ആ നിലയ്ക്ക് എന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടതും നിങ്ങൾ തന്നെയാ. ഇതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്നേ എനിക്കറിയാം. ചേട്ടനെ ചൊണയില്ലാതായിപ്പോയി. അല്ലെങ്കിൽ കാണായിരുന്നു. അയ്യോ, ചൊണ കാണിക്കാൻ ഇങ്ങോട്ട് വരട്ടെ. നിങ്ങൾ എന്തോ അടിപിള്ളേരെ നോക്കിയിരിക്കുന്നേ? നിങ്ങളുടെ പത്രത്തിന് വേണ്ടിയുള്ള പിടിവലിയൊക്കെ തീർന്നോ? ഇരുന്ന് വായിക്കടി. या संजय, या ओके। आप जेल से बाहर आते ही जल्दी हम आए. हमें बहुत सी प्लानिंग करना है. ओके, जल्दी आओ, ठीक है? कोई दरवाजा खटखड़ा रहा है. खाना खरीदने के लिए रामदास बाहर चला गया है. शायद वही होगा. I will call you later, Sanjay. Bye. എന്നെ തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? ഞാൻ നിന്നെ തേടി നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. നിങ്ങൾക്ക് എന്താ വേണ്ടത്? എനിക്ക് വേണ്ടത് നിന്നെ. ഇനി നീ രക്ഷപ്പെടാൻ നോക്കണ്ട. രാംദാസ്, ഓ, നിനക്ക് ബോഡി ഗാർഡ് ഉണ്ടോ? എവിടെ? കാണട്ടെ. ഇവനാണോ അത്? നിന്റെ രാംദാസ് ആണോന്ന് നോക്ക്. നീ ഇവിടെ വന്ന് ഒളിച്ചു താമസിക്കുകയാണല്ലേ? നിനക്ക് പറ്റിയ സ്ഥലം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. നല്ല ഒന്നാന്തരം ഹിൽ സ്റ്റേഷൻ, AC ക്ലൈമറ്റ്, ഇവനേക്കാളൊക്കെ മിടുക്കന്മാരായ കാവൽക്കാർ, ഫുഡോ ഫാന്റാസ്റ്റിക്. നിന്റെ ആയുസ് തീരുന്നത് വരെ അവിടെ കഴിഞ്ഞാലും ആരും കണ്ടുപിടിക്കില്ല. മനോഹരമായ സ്ഥലം. ഞാനിങ്ങോട്ട് വരുന്നില്ല. അങ്ങനെ പറയല്ലേ. നിന്നെ കൊണ്ടുപോകാൻ വേണ്ടി പല്ലക്കും രഥവും മഞ്ചലെടുപ്പുകാരെയും ഒക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്.
നിനക്കിവിടെ താമസിച്ച് ബോറടിച്ചു അല്ലേ? കഷ്ടം. നിന്റെ കെട്ടിയോൻ ജയിലിലായി പോയില്ലേ? നിന്റെ കാര്യങ്ങൾ നോക്കാൻ ഇനി ഞാനല്ലേ ഉള്ളൂ. നിന്റെ സഹോദരിയുടെ ഭർത്താവല്ലേ ഞാൻ, നിന്റെ ചേട്ടൻ. എനിക്ക് എന്റെ കടമ ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഞാൻ നിന്നെ അന്വേഷിച്ച് എവിടെയെല്ലാം നടന്നു. നരേന്ദ്രൻ തമ്പിയുടെ കേസിൽ നീ അറിയാതെ കുടുങ്ങിപ്പോയല്ലേ? ഇടയ്ക്ക് വേറൊരുത്തൻ കയറി കളിക്കുമെന്ന് നീ കണക്ക് കൂട്ടിയതേയില്ല. ആ, ജീവിതം അങ്ങനെയാ. പല കണക്കുകൂട്ടലുകളും ചിലപ്പോ പിഴയ്ക്കും. അപ്പൊ എങ്ങനെയാ? എന്റെ കൂടെ പൂച്ചക്കുട്ടിയെ പോലെ വരില്ലേ? ഇല്ല, ഞാൻ വരില്ല. വരാതെ പറ്റില്ലല്ലോ. നമുക്ക് ചില കണക്കുകളൊക്കെ പറയാനില്ലേ? സ്വത്തിനു വേണ്ടി സ്വന്തം ഭർത്താവിന്റെ ജ്യേഷ്ഠനെയും ഭാര്യയെയും കൊല്ലിച്ചവളല്ലേ നീ? സ്വത്തിനു വേണ്ടി തന്നെ അല്ലേടി സ്വന്തം ചേച്ചിയുടെ ജീവനെടുത്തതും? അതും ആരും അറിയാതെ, ആർക്കും ഒരു സംശയത്തിന് ഇടം കൊടുക്കാതെ. ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഇല്ല, എനിക്കറിയാം. കയ്യിൽ ചോര പറ്റുന്നത് നിനക്ക് ഇഷ്ടമല്ലല്ലോ. ചോര കണ്ടാൽ നിന്റെ ശരീരം വിറയ്ക്കുമെന്ന് എനിക്കറിയാം. 14 വർഷം യർവാദ ജയിൽ നിന്നെ കാത്തുരക്ഷിച്ചു, നിന്റെ ഭർത്താവിനെയും. അവനും ഉടനെ ഇറങ്ങാൻ പോവുകയല്ലേ? ഞാൻ അവനെയും വിളിച്ചു വരുത്താം. അതിനും എനിക്ക് നിന്റെ സഹായം വേണം. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് കണക്ക് പറയാം. കടങ്ങൾ വല്ലതും ബാക്കി വന്നാൽ അതങ്ങ് തീർക്കാം. അപ്പോ ഇനി അമാന്തിക്കണ്ട, നമ്മൾ ഉടനെ പുറപ്പെടുകയല്ലേ? പ്രത്യേകിച്ച് എടുക്കാനൊന്നുമില്ലല്ലോ. ഉണ്ടെങ്കിൽ അവിടെ ഇരുന്നോട്ടെ. നിന്നെ ഉടുതുണി മാത്രമായിട്ട് കിട്ടിയാൽ മതി എനിക്ക്. ബാക്കിയെല്ലാം നിനക്ക് ഞാൻ തരാം. ഇവളെ പിടിച്ച് വണ്ടി കയറ്റ്. ഇങ്ങോട്ട് വാടി. കൈകൾ കെട്ടണം. കൊണ്ടുപോ. മുഖം മൂടിയിരിക്കണം. ഞാൻ വരില്ല. എലിമട. എങ്ങോട്ടാ കൊണ്ടുപോകുന്നേ? മുകളിലോട്ട്. എന്തിന്? കഴിക്കാൻ. ആർക്ക്? ഞങ്ങൾക്ക്. ഈ ഞങ്ങൾ വെച്ചാരാ? ഞാനും അമ്മയും ചേട്ടനും പിന്നെ ദേവരാജനും. അതെ, ഒന്നേ. ഇതെല്ലാം വാരിപ്പെറുക്കി കൊണ്ടുപോയാ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾക്കും വല്ലതും കഴിക്കണ്ടേ? വായു ഭക്ഷിച്ച വിശപ്പടങ്ങില്ലല്ലോ. വിശപ്പുണ്ടെങ്കിൽ അടുക്കളയിലോട്ട് കയറി വല്ലതും ഉണ്ടാക്കി കഴിക്കണം. എന്നാലത് നേരത്തെ പറയണ്ടേ വിജിതേ? ഇങ്ങനെയാണ് വീട്ടിൽ വന്ന് താമസിക്കുന്ന അതിഥികളോട് പെരുമാറേണ്ടത്. എടി, ഒരതിഥികള്. ഞാനെന്താ നിങ്ങളുടെ വീട്ടുവേലക്കാരിയാണോ 3 നേരം വെച്ച് വിളമ്പി തരാൻ? നിങ്ങള് 3-4 പെണ്ണുങ്ങള് കൊച്ചമ്മ ചമഞ്ഞിരിപ്പുണ്ടല്ലോ അന്തപുരത്തില്. വേണമെങ്കിൽ വല്ലതും ഉണ്ടാക്കി തിന്നാൻ പറ. അല്ല പിന്നെ അരിപ്പാട്ട് എവിടെ ഇരിക്കുന്നേ കുഞ്ഞമ്മേ? ആ കബോർഡിലുണ്ട്.
എന്നാലും എന്റെ കുഞ്ഞമ്മേ, ഇങ്ങനെയൊന്നും പ്രവർത്തിക്കില്ലെന്ന് ആ പെണ്ണിനോടൊന്ന് പറയണേ. വീട്ടിൽ അവനവന്റെ ആൾക്കാർ താമസിക്കുമ്പോ അവർക്ക് കൊടുക്കാതെ എങ്ങനെ കഴിക്കാൻ തോന്നും? അവള് പറഞ്ഞത് ശരിയല്ലേ? നിങ്ങൾക്കെല്ലാവർക്കും വെച്ച് വിളമ്പിത്തരാൻ അവൾക്ക് എന്താ തലയ്ക്ക് ഭ്രാന്തുണ്ടോ? ഓ, കുഞ്ഞമ്മ അവളുടെ സൈഡാണോ? വേറൊരു കാര്യം കൂടി പറയാം. നിങ്ങൾക്ക് ചോറ് വെക്കണമെങ്കിൽ അതിനുള്ള അരി നിങ്ങൾ തന്നെ വാങ്ങിച്ചോളണം. എന്റെ മക്കൾ അരി വാങ്ങിച്ചോണ്ട് വെച്ചിരിക്കുന്നത് ഞങ്ങൾക്കുണ്ണാൻ വേണ്ടിയാ. നിങ്ങൾക്ക് ചോറ് വെക്കണമെങ്കിൽ നിങ്ങൾ അരി വാങ്ങി വെച്ചോളണം. സുതയ്ക്കുണ്ടല്ലോ മോൻ. ഇങ്ങനെയൊക്കെ കണക്ക് പറയാൻ കൊള്ളാമോ കുഞ്ഞമ്മേ? അതും എന്റെ അടുത്ത്. പറയേണ്ടടുത്ത് പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ വെറും വിഡ്ഢികളാണെന്ന് നിങ്ങൾ വിചാരിക്കും. ഇന്നിപ്പോ അരി എടുത്തത് ഇരിക്കട്ടെ, ഞാൻ തടയുന്നില്ല. നാളെ മുതൽ ഇത് പറ്റില്ല. ആ ദേ, അരിയെന്നല്ല, ഞങ്ങളുടെ ഒരു സാധനവും എടുക്കാൻ പറ്റില്ല. ഒന്ന് നിന്നേ. ഈ കാവൽ ജോലിക്ക് സദാനന്ദ ഷെട്ടി എനിക്ക് എന്ത് തരുള്ളൂ? അങ്ങനെ പ്രത്യേകിച്ച് ശമ്പളമൊന്നുമില്ല. പിന്നെ ശമ്പളമില്ലാതെ ആരെങ്കിലും ജോലി ചെയ്യോ? മുതലാളി എന്തെങ്കിലും തരും. തരുന്നത് ഞാൻ വാങ്ങും. വീണ്ടും കൂലിക്ക് കണക്ക് പറയാൻ പോയാൽ ചിലപ്പോൾ ഗോവിന്ദയുടെ അനുഭവമായിരിക്കും ഉണ്ടാവുന്നേ. ആരാ ഈ ഗോവിന്ദൻ? അയാൾക്കെന്താ പറ്റി? എൻ്റെ വലിയ കൂട്ടുകാരനായിരുന്നു. ചെറുപ്പം തൊട്ടേ ഞങ്ങൾ ഒന്നിച്ച് ഷെട്ടിയുടെ കീഴിൽ ജോലി ചെയ്തതാ. ചില പാർട്ടിക്കാർ പറഞ്ഞത് കേട്ട് ഗോവിന്ദ യൂണിയനിൽ ചേർന്ന് മുതലാളിയോട് കൂലിക്ക് തർക്കിച്ചു. 3-ാം പക്കം ഗോവിന്ദയുടെ ശവം കിട്ടി, പൈസനിപ്പുഴയെന്ന്. കൊന്നതല്ലേ? സത്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ വാതുറന്ന് ആരും പറയില്ല. എന്നിട്ടും നിങ്ങൾക്കെല്ലാം ഷെട്ടിയോട് വളരെ സ്നേഹവും അനുസരണയാണല്ലോ. ആർക്കാ ജീവനിൽ കൊതിയില്ലാത്തത്? തനിക്ക് എൻ്റെ ഈ കാലൊന്നും തടവി തരാമോ? ഞാൻ തനിയെ തടവിട്ട് ശരിയാവുന്നില്ല. ആ, ചെയ്യാം. തനിക്ക് ഈ നാട് വിട്ട് മറ്റെവിടെയെങ്കിലും പോയി ജീവിച്ചൂടെ? ഞങ്ങളുടെ നാട്ടിലോ മറ്റോ ആയിരുന്നെങ്കിൽ തനിക്ക് ആരെയും പേടിക്കാതെ ജീവിക്കായിരുന്നു. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ പണം വേണ്ടേ? തൻ്റെ വീട്ടിലാരൊക്കെ ഉണ്ട്? വീടും കുടുംബമൊന്നുമില്ല. ഗോവിന്ദ പോയി പിന്നെ കൂട്ടുകാർ പോലും ഇല്ല. പിന്നെ തനിക്ക് ഈ ഷെട്ടിയുടെ കീഴിൽ പണിയെടുക്കേണ്ട കാര്യം എന്താ? ഒരു 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും പോയി സുഖമായിട്ട് ജീവിച്ചൂടെ? 10 ലക്ഷോ? വല്ല ലോട്ടറി അടിക്കണം. അല്ലാതെ എവിടെന്നാ ഇത്രയും രൂപ ഉണ്ടാക്കുന്നേ? തനിക്ക് 10 ലക്ഷം രൂപ ഞാൻ തരാം. സത്യാടോ, തന്റെ സദാനന്ദനേക്കാൾ വലിയ കോടീശ്വരനാ ഞാൻ. 10 ലക്ഷമൊക്കെ എനിക്ക് തീരെ നിസ്സാര. എന്നെ ഇവിടുന്ന് രക്ഷപ്പെടുത്താൻ താൻ സഹായിച്ച തനിക്ക് ഞാൻ 10-15 ലക്ഷം തരാം. ഗോവിന്ദയുടെ ഗതി തനിക്കുണ്ടാവാതെ തന്നെ ഞാൻ രക്ഷിക്കുകയും ചെയ്യാം. എന്താ പോരെ? ഇങ്ങോട്ട് വാടി. ഇവിടെ കൈയുടെ കെട്ടഴുകി. ഞാൻ നിങ്ങളെ തമ്മിൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. ഇനി നിങ്ങൾക്ക് തമ്മിൽ എന്തെങ്കിലും പറയാനോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ ഒക്കെ ആവാം. അതിനുവേണ്ടിയാ കൽപ്പന ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇനി നിന്റെ കൊട്ടാരം ഇതാണ്.
നിനക്കിപ്പോ തൃപ്തിയായല്ലോ അല്ലേ? നിങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല, എന്റെ പ്രേതം ഇത്. നിങ്ങൾ എങ്ങനെ രക്ഷപ്പെട്ടു? ആര് രക്ഷപ്പെട്ടു? അകപ്പെട്ടു. ഞാനും നീയും. എല്ലാം നിന്റെ അത്യാഗ്രഹം കാരണം. നിങ്ങളുടെ പിടിവാശി. മിണ്ടരുത് നീ. ന്യായീകരിക്കാൻ നോക്കുന്നു. ശബ്ദിക്കരുത്. നല്ല ജാഗ്രത വേണം. വെറുതെ ഇവിടെ കിടന്ന് ഉറങ്ങിക്കളയരുത്. പറഞ്ഞ മനസ്സിലായോ? ആ നരേന്ദ്രൻ തമ്പി ഉണ്ടല്ലോ, അയാളെ തീരെ നിസ്സാരനായിട്ട് കാണരുത്. കാലും കൈയും ഒടിഞ്ഞു കിടക്കാണെന്ന് കരുതണ്ട. അവനൊരു ഇഴജന്തുവിനെ പോലെയാ. രക്ഷപ്പെടാൻ അവന് കൈയും കാലും ഒന്നും വേണ്ട. മനസ്സിലായി. ഞങ്ങൾ കരുതലോടെ ഇരുന്നോളാം. ഇപ്പൊ കിട്ടിയിരിക്കുന്ന അവളെയും സൂക്ഷിച്ചോ. അവളൊരു കരുന്തേള, വിഷം മുറ്റിയ ഇനം. അവൾ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചതുരുപായങ്ങളും പ്രയോഗിക്കും. കണ്ണുരുട്ടി പേടിപ്പിക്കും, ചിരിച്ചു മയക്കും, കരഞ്ഞ് മനസ്സലിയിപ്പിക്കാൻ നോക്കും, വാഗ്ദാനങ്ങൾ വെച്ചു നീട്ടും. അപ്പോഴെല്ലാം ഓർത്തോളണം, ഉഗ്രവിഷം ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന്. ഒരു കാരണവശാലും നിങ്ങളുടെ ശ്രദ്ധ വിട്ടുപോകരുത്. അവര് രക്ഷപ്പെട്ടാൽ അതിനർത്ഥം നിങ്ങളുടെ ജീവിതം തീർന്നെന്നാ. ഇടയ്ക്കിടയ്ക്ക് അവർ സംസാരിക്കുന്നത് എന്തെന്ന് രഹസ്യമായിട്ട് ശ്രദ്ധിക്കണം. ശരി. ഈ പരിസരത്ത് ആരെയും അടുപ്പിക്കരുത്. ആരെങ്കിലും ചുറ്റിപ്പറ്റി നടക്കുന്ന കണ്ടാൽ അപ്പോഴേ വിരട്ടി ഓടിക്കണം. സംശയം തോന്നിയാ പിടിച്ചു കെട്ടിയിട്ട് എന്നെ വിവരം അറിയിക്കണം. കേട്ടല്ലോ? അവരെ കാണാനും നിങ്ങളുടെ കാവൽ പരീക്ഷിക്കാനും ഞാൻ കൂടെ കൂടെ വരും. അത് ഓർമ്മ വെച്ചോ. ശരി മുതലാളി. അവസാനം നമ്മുടെ തല പോവൂ. ഒരുത്ത ഇഴജന്തു, മറ്റേത് കരിന്തേള്. ഇതിനേക്ക് എന്തിനാ എവിടെ കൊണ്ടിട്ടിരിക്കുന്നേ? വിഷമിറക്കാനായിരിക്കും. നമുക്കെന്താ പേടിക്കാനുള്ളത്? പുറമെ പൂട്ടിട്ട് കഴിഞ്ഞാൽ അവറ്റകൾ എങ്ങനെ രക്ഷപ്പെടാനാ? അത് ശരിയാ. നമ്മുടെ സ്റ്റോക്കെല്ലാം തീർന്നു കേട്ടോ. ഇനി ഒരു കടുക് മുട്ടായി പോലും ബാക്കിയില്ല. അഞ്ജൂസേ, നമ്മൾ പിടിച്ചെന്നില്ലേ വാല തുറക്കാതെ? ഇനി എന്ത് ചെയ്യും? ബൈബിളിലെ ഒരു കഥയുണ്ട്. നോഹയുടെ പെട്ടകം. ലോകത്തെ മുഴുവൻ മുക്കിക്കൊല്ലാൻ വേണ്ടി ദൈവം വലിയൊരു പ്രളയം സൃഷ്ടിച്ചു. നോഹയോട് മാത്രം ഒരു പെട്ടകം ഉണ്ടാക്കി അതിൽ കയറി രക്ഷപ്പെട്ടോളാൻ പറഞ്ഞു. നോഹ ഭൂമിയിലെ ഓരോ ജീവജാലങ്ങളുടെയും ഓരോ ജോഡിയെ കൂടി പെട്ടകത്തിനകത്ത് കയറ്റി. പ്രളയം കഴിഞ്ഞപ്പോൾ പെട്ടകം ഒരു പർവ്വതത്തിൽ ഉറച്ചു. നോഹ പെട്ടകത്തിന്റെ വാതിൽ തുറന്നു. ഭൂമിയിൽ എന്തൊക്കെയാ സംഭവിച്ചെന്നറിയണ്ടേ? എന്തൊക്കെ സംഭവിച്ചു? വാ, നമുക്ക് വാല് തുറന്നു നോക്കാം. കമ്പിപ്പാറയായിട്ട് ആരെങ്കിലും പതുങ്ങി നിൽപ്പുണ്ടോന്ന് ആർക്കറിയാം? അടി കിട്ടുമോ തലയ്ക്ക്? 5 ദിവസം കഴിഞ്ഞില്ലേ? ഇപ്പൊ എല്ലാരും ഒന്ന് മയപ്പെട്ടിട്ടുണ്ടാവും. ഇവിടെ ആരുമില്ലടി. വാ. ബ്യൂട്ടിഫുൾ. ജെയിംസ് കുട്ടി, ദാ നോക്ക് എന്ത് രസമാണെന്ന്. കൊള്ളാം. ആരാ അവിടെ? അയ്യോടി, ഇത് നമ്മുടെ ദേവരാജനല്ലേ? ഗുഡ് ഈവനിങ് ദേവരാജ. എന്തോന്ന് ഗുഡ് ഈവനിങ്? വെരി നൈസ് ടു മീറ്റ് യു ദേവ്.
എന്തോന്ന് പോക്കൃത്തിനാണോ താൻ ഈ കാണിക്കുന്നേ? നെഞ്ചുവേദനയാണെന്ന് പറഞ്ഞ് വീട്ടിൽ കയറി വരിക, വാതിൽ പൂട്ടി അകത്തിരിക്കുക. സോറി, മനഃപൂർവ്വം ചെയ്തതാ. വേറെ ഒരു നിവൃത്തിയില്ലായിരുന്നു. എത്ര തവണ നിങ്ങളുടെ വാതിലിൽ മുട്ടി വിളിച്ചു കഴിഞ്ഞ 5 ദിവസവും, എന്നിട്ട് നിങ്ങൾ ഒരിക്കലെങ്കിലും വാതിൽ തുറന്നോ? ഇത് എവിടുത്തെ മര്യാദയാടോ? അതെ, മര്യാദകേടാ ഞങ്ങൾ കാണിച്ചത്. സമ്മതിച്ചു. പാലപ്പടിക്കാൻ ഇറക്കി വിട്ടപ്പോ ഇതല്ലാതെ വേറൊരു മാർഗവും ഞങ്ങൾ കണ്ടില്ല. ഞങ്ങളുടെ പിന്നാലെ കുറെ പേര് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ, അവരും മര്യാദകേട് കാണിച്ചോ? താനെന്താ ആളെ കളിയാക്കണോ? അവർ താഴത്തെ നിലയിൽ സ്ഥലം പിടിച്ചോന്ന് അറിഞ്ഞാൽ മതി. അതൊന്നും എനിക്കറിയില്ല. ഈ 3rd ഫ്ലോർ എന്റെ സ്വന്തമാ. ഇവിടെ താമസിക്കാൻ ഞാൻ സമ്മതിക്കില്ല. പിന്നെ ഞങ്ങൾ ഇവിടെ താമസിക്കും. ഇതെന്റെ ഭാര്യ. ഇവളെയും കൊണ്ട് പീഡിയ തിണ്ണയിൽ പോയി കിടന്നുള്ള അനുഭവം അറിയാലോ. കൊതുക് കുത്തിക്കൊല്ലും. നിങ്ങൾ എവിടെ വേണോ പോയി കിടന്നോ, ഈ ഫ്ലോറിൽ കിടക്കാൻ പറ്റില്ല. ഇതിന്റെ മുകളിൽ വേറെ ഫ്ലോർ ഉണ്ടോ? നിങ്ങൾ മര്യാദയ്ക്ക് താഴെ ഇറങ്ങിപ്പോ. ഇവിടെ സ്പേസ് ഉണ്ടല്ലോ ഞങ്ങളെ രണ്ടുപേരെ അക്കോമഡേറ്റ് ചെയ്യാൻ. കണ്ട തെണ്ടികൾക്കൊക്കെ നിറങ്ങാനുള്ള സ്ഥലമല്ലത്. അങ്ങനെ അവഹേളിക്കല്ലേ ദേവരാജ. ഒന്നുമില്ലെങ്കിൽ നമ്മൾ ബന്ധുക്കളല്ലേ. എന്തോന്ന് ബന്ധം? എനിക്ക് നീയായിട്ട് യാതൊരു ബന്ധവുമില്ല. ഓമന കുഞ്ഞമ്മ ഇവളുടെ മമ്മിയുടെ അമ്മയുടെ അമ്മാവന്റെ മോളാണല്ലോ. അത് പോട്ടെ, എവിടെ ചേച്ചി നിങ്ങളുടെ അമ്മാവന്റെ ഭാര്യയായിരുന്നല്ലോ. നരേന്ദ്രൻ തമ്പിയുടെ ഭാര്യയുടെ അനുജത്തിക്കും പെങ്ങടെ മക്കൾക്കും ഏതാണ്ട് തുല്യ അവകാശി വീട്ടിലില്ലേ? ശരിയോ? എന്തോന്ന് ശരി? നമ്മൾ എല്ലാവരും തെണ്ടിക്കേറി വന്നവർ തന്നെയാ ദേവരാജ. നിങ്ങൾ ആദ്യം തേണ്ടി, പിന്നെ ഞങ്ങൾ തേണ്ടി, പിന്നെ ഇവിടെ ആകെ തേണ്ടി. ഈ വീട്ടിൽ താമസിക്കാൻ ഞാൻ സമ്മതിക്കില്ല, പ്രത്യേകിച്ചും ഈ ഫ്ലോറിൽ.